ഓക്കെ രാജുജി, വളരെ 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 സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാന് ഇന്ന് നമ്മുടെ കൂടെ ഹരി സാറുണ്ട് കൊടുങ്ങല്ലൂരിന്ന്. അതുപോലെ പരിചയമുള്ളതായിട്ട് ധാരാളം മുഖങ്ങളുണ്ട്. ഏതായാലും വളരെ വളരെ സന്തോഷം. കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു 1.5 മാസക്കാലമായിട്ട് ഇങ്ങനെ ഫാദറിന്റെ വൈയായികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമിൽ നിന്നൊക്കെ മിസ്സായിരുന്നു. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാർക്കറ്റിംഗ് കമ്പനിയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫാദറിനെ പൂർണ്ണമായിട്ടും ശുശ്രൂഷിക്കാൻ സാധിച്ചത് എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഡയറക്ട് സെല്ലിംഗിൽ അല്ലെങ്കിൽ വേറൊരു ജോലിയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഇത്രയും 1.5 മാസം ലീവ് എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഫാദറിനോടൊപ്പം തന്നെ മരിക്കുന്ന മൂമെന്റ് വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാനും എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ വേണ്ടപ്പെട്ട ചില ആളുകളെല്ലാം പുറം രാജ്യത്തു നിന്നൊക്കെ വന്നത് ബോഡി കാണാനായിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ഒരു വലിയൊരു സംഭവമാണ്. എന്തായാലും ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുതിയതായി വന്നിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ്. നമുക്കറിയാം, ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മെഡിക്കൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെടുന്ന ചികിത്സാരീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിദിന ചിലവുകൾ കൂടിക്കൂടി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലുള്ള കൺട്രികളുടെ ലിസ്റ്റില് ചൈനയേക്കാൾ കൂടുതൽ ചെലവുള്ള 14% ഗ്രോത്ത് റേറ്റ് ഉള്ള അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ഇവിടെയാണ് 2000 ആണ്ടിലാണ് ഈ കമ്പനി ഇന്ത്യയിൽ എത്തുന്നത്. ആദ്യകാലത്ത് തന്നെ ജോയിൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ 5000-ന് മേലെ മെമ്പർഷിപ്പ് എടുത്ത ശേഷമുള്ള ഒരു മെമ്പർ 5347 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിലാണ് ഞാൻ DXN കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. 2000 ഓഗസ്റ്റ് 11 പ്രസ്ഥാനത്തിൽ വന്നു. അപ്പൊ നമുക്ക് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിന്റെ പ്രൊഡക്ട്സും അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ സ്പെഷ്യാലിറ്റിയുമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ പേര് DXN എന്നാണ്. DXN. നമ്മുടെ ഈ കമ്പനി 1993 ഡിസംബർ മാസം 11 സ്റ്റാർട്ട് ചെയ്തത്. മലേഷ്യ ആസ്ഥാനമായി മലേഷ്യയിലെ അലോസത്താർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊച്ചു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓരോരോ രാജ്യങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് ഓരോ വർഷം പിന്നുന്തോറും 2000 ആണ്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ DXN എന്ന കമ്പനി ഇന്ത്യയിൽ 99 വർഷം ലാസ്റ്റില്, അതായത് 2000 ആദ്യ മാസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ അത് സ്റ്റാർട്ട് ചെയ്തു. 2000 ഓഗസ്റ്റ് 11 ഞാൻ DXNൽ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ആ സമയത്ത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു സൈഡായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനോടൊപ്പമാണ് ഞാൻ DXN കൊണ്ടുപോയത്. നമുക്കറിയാം, DXN കമ്പനിയുടെ ഉണ്ടാക്കിയ ആളുടെ പേര് ഡോക്ടർ ലിം സിയോജിൻ എന്നാണ്. സാധാരണഗതിയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഡയറക്ടർക്ക് ഉള്ളതിനേക്കാൾ ഒരുപാട് പ്രത്യേകത ഡോക്ടർ ലിം സിയോജിൻ ഉണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ ഖരഗ്പൂർ IIT-യിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നാടായ മലേഷ്യയിലെ മഡ എന്ന് പറയുന്ന മലേഷ്യൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ബ്രിഡ്ജ് സെക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമായി. അങ്ങനെ മലേഷ്യയിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഒരുപാട് മഷ്റൂമുകൾ അദ്ദേഹത്തിന് കാണാനിടയായി. റെഡ് കളറുള്ള മഷ്റൂം. ചെറുപ്പത്തിലെ തന്നെ ഫാമിലി, അച്ഛൻ ഈ നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് കാട്ടിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ചില ചെടികളൊക്കെ ഹെർബൽ മെഡിസിൻ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ട് വളർന്ന് ശീലിച്ച ഡോക്ടർ ലിമ്മിന്റെ ബാല്യം ഈ ഒരു ചുവന്ന മഷ്റൂമിലേക്ക് ഒരു കുതുകത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, ഇത് എന്താണെന്നുള്ളൊരു അന്വേഷണത്തോടുകൂടി ഇത് ഏറ്റെടുക്കുക ചെയ്തത്. അതിനുശേഷം അദ്ദേഹം 10 വർഷം ഇന്ത്യയിൽ വന്ന് പഠിച്ചു. ഗ്യാനോഡെർമ ലൂസിഡം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഷ്റൂമിനെ കുറിച്ചിട്ടും മനുഷ്യ ശരീരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 10 വർഷം പഠിച്ചു. 1997 ഡോക്ടർ ലിം സിയോജിന് ഇന്ത്യൻ ബോർഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ നിന്ന് ഡോക്ടറേറ്റും PhD-യും എടുക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹം 93 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും 300 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കൊച്ചു കമ്പനി ഇന്ന് വലിയ കമ്പനിയായി, വലിയൊരു കോൺഗ്ലോമറേറ്റ് ആയിട്ട് 190+ രാജ്യങ്ങളിലേക്ക് വേൾഡ് വൈഡ് വലിയ ഫാമിലികളൊക്കെ, ലോകത്തുള്ള വലിയ സമ്പന്നരൊക്കെ അവരുടെ തീന്മേശയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ
ലോകത്തെമ്പാടും കമ്പനികളും വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനോടനുബന്ധിച്ചിട്ട് ഇന്ത്യയിൽ 5-6 ഫാക്ടറി നമുക്കുണ്ട്. മലേഷ്യയിൽ ഈ കമ്പനി തുടങ്ങുമ്പോൾ അലസത്താറിലുള്ള ഫാക്ടറിയേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള വലിയ പട്ടുകൂറ്റൻ ഫാക്ടറി അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നാണ്. നമുക്കറിയാം തെലുങ്കാന സിദ്ദിപ്പേട്ടിലാണ് നമ്മുടെ ഫാക്ടറി. ഇന്ന് ദുബായ് പാലസിനോടനുബന്ധിച്ചിട്ട് ഒരു 40 ഏക്കർ സ്ഥലത്ത് ദുബായിൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ചൈനയിൽ വൻകിട ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് മെക്സിക്കോയിൽ ഫാക്ടറി വരുന്നു. ലോകത്തെമ്പാടും ഫാക്ടറികൾ ഒരുപാട്. ഈ കൊറോണയുടെ കാലത്ത് ഈ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു കമ്പനിയാണ് DXN. മലേഷ്യയിലെ കൊലാലംപൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് മെയിൻ ബോർഡ് ലിസ്റ്റഡ് കമ്പനിയാണ്. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോ കോലാലംപൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് മലേഷ്യയിലുള്ള കോലാലംപൂരിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഷെയർ വാല്യൂ കൂടിയ ഒരു കമ്പനി കൂടിയാണ് DXN എന്ന് പറയാം. അപ്പോ ഇത്രയും പവർഫുൾ ആയുള്ള ഈ കമ്പനി ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് 190+ രാജ്യത്ത്, അതായത് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്ന് വേണ്ട വൻകിട ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പതിക്കുന്ന ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്തൊക്കെ നമ്മുടെ കമ്പനി വലിയ രീതിയിൽ പ്രൊമോഷൻ നടത്തുന്നു. മംഗോളിയ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 1.5 ആഴ്ച മുമ്പ് ഒരു പുതിയ കൺട്രി കൂടി DXN സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഇൻഫർമേഷൻ ആണ്. ബ്രസീലിൽ നമ്മുടെ പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രസീലിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. മാത്രവുമല്ല ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെൽനസ് റെവല്യൂഷൻ. അതായത് ആദ്യകാലത്ത് ലോകത്ത് പല റെവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം വന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഹരിത വിപ്ലവം എന്ന് പറയും. പിന്നീട് ഗ്രീൻ റെവല്യൂഷൻ മാറി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം വന്നു. അതിനുശേഷം പല വിപ്ലവങ്ങളും ഉണ്ടായി. അതിനുശേഷം വന്നൊരു വിപ്ലവം IT റെവല്യൂഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ, അതായത് കമ്പ്യൂട്ടർ വരിക, മൊബൈൽ ഫോൺ. അതിനുശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത് പോൾസൺ പിൽസറെ പോലെയുള്ള ആളുകൾ പറയുന്നത് വരുന്ന വലിയൊരു വിപ്ലവമാണ്, റെവല്യൂഷനാണ് വെൽനസ് റെവല്യൂഷൻ. അതിന്റെ ഭാഗമായി അതിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെൽനസ് റെവല്യൂഷൻ അതിന്റെ ചെറിയ പാദങ്ങൾ ഇങ്ങനെ വെച്ച് പതുക്കെ അത് മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റു പല ചികിത്സാ രംഗങ്ങളിലും അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ലോകം ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ DXNൽ വരുമ്പോൾ 20 പേരെ എടുത്താൽ ഒരാൾക്കായിരുന്നു ഡയബറ്റീസ് ഉണ്ടായിരുന്നത്. ഇത്ര വലിയ ആശുപത്രികളും ഇത്ര വലിയ ചികിത്സകളും കൊടുത്തിട്ടും 20 വർഷക്കാലം മുമ്പ് ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ഇന്ന് 20 വർഷം പിന്നിടുമ്പോൾ ആ ഡയബറ്റീസ് 2, 3, 4 തരത്തിലേക്ക് മറ്റു രോഗങ്ങളായി മാറുകയും പല തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങളും നടക്കാൻ പറ്റാതെ വരികയും കാല് മുറിച്ചു കളയുകയും കണ്ണിന്റെ കാഴ്ച പോവുകയും കിഡ്നി വീക്കായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡയബറ്റീസിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോ ലോകം മുഴുവൻ, ഇത് ഞാൻ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല പറയുന്നത്, അത് മലേഷ്യ എടുത്താലും ശരിയാണ്, ദുബായ് എടുത്താലും ശരിയാണ്, ഓസ്ട്രേലിയ, അമേരിക്ക എടുത്താലും ശരിയാണ്. ലോകത്ത് അസുഖങ്ങൾ പെരുകി വന്നുകൊണ്ടിരിക്കുക. അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ പോലും പലതരത്തിലുള്ള അസുഖങ്ങൾ ലോകത്ത് ഉണ്ടാക്കുന്നു. അപ്പോ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അന്വേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന അന്വേഷണത്തിലാണ് ലോകം. നമുക്കതിന്റെ മാറ്റങ്ങൾ ചില കൊച്ചു കാര്യങ്ങളിലൂടെ ഞാനൊന്ന് പറയാം. നമുക്കറിയാം പണ്ട് കാലത്ത് ആരോഗ്യരംഗത്തെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവായി പണ്ട് കാലത്ത് നമ്മളൊരു ബേക്കറി കടയിൽ കയറിയാല് വലിയ മഞ്ഞ കളറുള്ള റെഡ് കളറുള്ള ജിലേബിയും തൊട്ടടുത്ത് മഞ്ഞ കളറുള്ള ലഡു ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ പല കളറിലുള്ള പച്ച കളറിലും മഞ്ഞ കളറിലൊക്കെ ഉള്ള ഹലുവ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ബേക്കറികളിലെ മുമ്പിൽ തന്നെ വലിയ കണ്ണാടി കൂട്ടിൽ കാണാൻ പറ്റുന്നു. ഇന്ന് നമ്മളത് മാറി, ജനം അതിൽ നിന്ന് മാറി. ഇന്ന് അവിടെ കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താണ്, ഈ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനം, അല്ലെങ്കിൽ അട, ഇലയിൽ പൊതിഞ്ഞ അടകള്, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ആളുകൾ മാറി. അപ്പോ എന്തുകൊണ്ടോ ജനത്തിന് ബോധ്യം വരാൻ തുടങ്ങി, ഈ ലഡുവും ഈ ജിലേബിയും ഒക്കെ കഴിച്ചാൽ ഇതിന്റെ അകത്തുള്ള കളറ് ശരീരത്തിനെ മോശപ്പെടുത്തുമെന്നുള്ള ബോധ്യം ജനത്തിന് വന്നു തുടങ്ങി. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു 40-50 വയസ്സുള്ള ആളുകൾ, രാവിലെ നടക്കാൻ തുടങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. സൈക്കിൾ ചവിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. എണ്ണയെ പൊരിച്ച സാധനങ്ങൾ കഴിക്കാൻ
വളരെയധികം കൺട്രോൾ ആകാൻ തുടങ്ങി. ആളുകൾ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഈ കാലത്ത് പ്രായമുള്ള 40-50 വയസ്സുള്ള ആളുകളൊക്കെ കൂടുതൽ ഹെൽത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ യുവത്വം മുഴുവൻ തലതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. യുവത്വം മുഴുവൻ രാത്രികളിൽ മുഴുവൻ ഉറക്കം കളഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രോസസ്. ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ എറണാകുളത്തിന്റെ ഏത് ടൗണിൽ കൂടെ രാത്രി ചെയ്താലും രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ യുവത്വങ്ങൾ ഇരുന്ന് എന്തെങ്കിലും സിഗരറ്റോ ബീഡിയോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ മറ്റ് മദ്യമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ആരോഗ്യത്തെ തല്ലിക്കെടുത്തുന്ന തരത്തില് തീർത്തും താളം തെറ്റുന്ന ബയോളജിക്കൽ ക്ലോക്കിനെതിരായ രീതിയിലുള്ള ഒരു ജീവിതം അവർ നയിക്കപ്പെടുന്നു. അവിടെ ഞാൻ പറഞ്ഞു വന്നത് വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ റെവല്യൂഷൻ വരികയാണ്. അവിടെ വെൽനസ് കമ്പനികൾ ധാരാളം ഉണ്ടെങ്കിൽ DXN അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു കമ്പനിയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളെ നിങ്ങളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഡോക്ടർ ലിംസിയോജിന് ഏറ്റവും ലാസ്റ്റ് ദ മെഡൽ ഓഫ് ബ്രാൻഡ് സയന്റിസ്റ്റ് എന്നുള്ള പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന യൂസഫ് ഗിലാനിയുടെ അടുത്തുനിന്ന് അദ്ദേഹത്തിന് സമ്മാനം വാങ്ങിക്കുന്നത് ഈ ഗാനോഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിസർച്ചിലാണ്. എന്താണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഈ ചുവന്ന തരത്തിലുള്ള മഷ്റൂം, അതെന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പുതിയ ആളുകൾ മനസ്സിലാക്കണം. ഗാനോഡർമ ലൂസിഡം എന്ന ബൊട്ടാണിക്കലി അറിയപ്പെടുന്ന പോളിപ്പറസെ എന്ന പേരിലുള്ള ഒരു ഫംഗി ഫാമിലി അറിയപ്പെടുന്ന ഒരു ചുവന്ന കളറുള്ള മഷ്റൂമാണ് ഗാനോഡർമ ലൂസിഡം. അപ്പൊ ഈ മഷ്റൂമിന്റെ ഒരു പ്രത്യേകത, ഇത് ഉണ്ടാക്കാൻ മനുഷ്യർ പഠിച്ചിട്ട് ഏതാണ്ട് 60 വർഷമായിട്ടുള്ളൂ. ഈ മഷ്റൂമാണ് ആയുർവേദത്തിൽ രാജഋഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരുടെ കയ്യിൽ തെളിവ് സഹിതം കാണിച്ചു തരാനുള്ള എവിഡൻസ് സഹിതം കാണിച്ചു തരാൻ പറ്റും. അപ്പോ ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന ലോകത്തുള്ള ഹെർബുകളിൽ ഫസ്റ്റ് ഹെർബാണ്, ലോകത്തെ ആദ്യത്തെ ഹെർബാണ്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, കിങ് ഓഫ് ഹെർബ് എന്ന് അടിച്ചാല് ഫസ്റ്റ് ഹെർബ് ഇങ്ങനെ വരും. ഇതിനെ ചൈനക്കാർ വിളിക്കുന്നത് ലിങ്ഷി എന്നാണ്. ജപ്പാൻകാര്, ലിങ്ഷി എന്ന വാക്കിന്റെ അർത്ഥം മരണമില്ലാത്ത മരം എന്നാണ്. ജപ്പാൻകാർ ഇതിനെ വിളിക്കുന്നത് ഋഷി എന്നാണ്. ഋഷി, REISHI, ഋഷി. ഋഷി എന്ന് പറഞ്ഞാൽ ജപ്പാനീസിൽ മോങ്ക്, സന്യാസി എന്നാണ് അർത്ഥം. അപ്പോ ഇന്ത്യയിൽ ഇതിനെ അറിയപ്പെടുന്നത് രാജ ഋഷി എന്നാണ്. ഇതാണ് DXN കമ്പനിയുടെ ഡോക്ടർ ലിംസിയോജിന് ഡോക്ടറേറ്റ് കിട്ടുന്നത്. ഇന്ത്യയിൽ വന്ന് പഠിച്ച് ഈ മഷ്റൂമിനെ കുറിച്ചും ഈ മഷ്റൂം മനുഷ്യ ശരീരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടർ ലിംസിയോജിന് ഈ ഡോക്ടറേറ്റ് എടുക്കുന്നത് ഇന്ത്യയിൽ. അദ്ദേഹമാണ് ഈ കമ്പനി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൊഡക്റ്റിനുള്ള ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും അക്സെപ്റ്റൻസ് ലെവൽ വളരെ ഹൈ ആയപ്പോഴാണ് ഈ കമ്പനി ഇങ്ങനെ വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ, ഇതൊരു പ്രൊഡക്റ്റാണ്. രണ്ടാമത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് സ്പൈറുലിന. 5 പ്രത്യേകതയാണ് സ്പൈറുലിനയ്ക്ക് ഉള്ളത്. ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് WHO, ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഏറ്റവും നല്ലതാണെന്ന് ആര് പറയാൻ അവകാശമുണ്ടോ ആ ലോകാരോഗ്യ സംഘടന പറഞ്ഞു ദ ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത്, അതാണ് സ്പൈറുലിന. രണ്ടാമത്തെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹരിതകമുള്ള ഒരു ഭക്ഷ്യസ്രോതസ്സാണ് സ്പൈറുലിന. ഹരിതകം അഥവാ ക്ലോറോഫിൽ. മൂന്നാമത്തെ സ്പൈറുലിനയുടെ പ്രത്യേകത 1 ഗ്രാം സ്പൈറുലിന 1 കിലോ പച്ചക്കറിക്ക് തുല്യമാണ്. 1 gram ഓഫ് സ്പൈറുലിന ഈസ് ന്യൂട്രീഷൻലി ഈക്വൽ ടു 1 kilogram ഓഫ് അസോർട്ടഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്. അപ്പൊ അതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, മനുഷ്യ ശരീരത്തിന് വേണ്ട 23 അമിനോ അമ്ലങ്ങളിൽ 18 എണ്ണവുമുള്ള ഒരു ഭക്ഷ്യസ്രോതസ്സാണ് സ്പൈറുലിന. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 18 അമിനോ ആസിഡ്സ്. 18 അമിനോ ആസിഡുകളുടെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. അഞ്ചാമത്തെ പ്രത്യേകത, നാസ, അതായത് അമേരിക്കയിലെ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ സെന്ററിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് സ്പൈറുലിന. അതിന്റെ ഒരു കാരണം 18 അമിനോ ആസിഡും 1 ഗ്രാം 1 കിലോ പച്ചക്കറിക്ക് തുല്യമാകുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹരിതകമുള്ള ഒരു ഭക്ഷ്യസ്രോതസ്സാണ് സ്പൈറുലിന. ഒരു സ്പൈറുലിനയുടെ വില വരുന്നത് 5 രൂപ ക്യാപ്സൂള്. 300 മില്ലിഗ്രാം ആണ് DXN മാർക്കറ്റ് ചെയ്യുന്ന സ്പൈറുലിന. മാർക്കറ്റിൽ 50 പൈസ മുതൽ 96 രൂപ വരെ വിലയുള്ള ഡിഫറെന്റ് സ്പൈറുലിന അവൈലബിൾ ആണ്. 300 ഗ്രാമിൻ്റെത് അവൈലബിൾ ആണ്, 200 ഗ്രാമിൻ്റെത് അവൈലബിൾ ആണ്, 600 ഗ്രാമിൻ്റെത് അവൈലബിൾ ആണ്. അപ്പോ ഇങ്ങനെയുള്ള സ്പൈറുലിന ശ്രേണികളിൽ നമ്മുടെ സ്പൈറുലിന എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ സ്പൈറുലിനയ്ക്ക് ISO 9002 ഉൾപ്പെടുന്ന ഒരുപാട് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ സ്പൈറുലിനയുടെ ബോട്ടിലുമേൽ എഴുതിയിട്ടുണ്ട്, ഒരു പ്രത്യേക കാര്യം എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്പൈറുലിന FSSC
ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ 22,000 എന്നൊരു സർട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട്. മാത്രവുമല്ല നമ്മുടെ സ്പൈറുലിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൺ സ്വന്തം ഫാക്ടറിയിലാണ്, സ്വന്തം ഫാമിലാണ്, വേറെ ആരോടും മേടിച്ചിട്ട് പ്രോസസ് ചെയ്യുന്നതല്ല, അവർ ഓൺ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ അറിയപ്പെടുന്നത് തന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, വൺ ടോട്ടൽ കമ്പനി എന്നാണ്. വൺ ടോട്ടൽ കമ്പനി കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് വൺ ടോട്ടൽ കമ്പനി? എന്താണ് ഈ വൺ ടോട്ടൽ കമ്പനി? നമ്മുടെ പ്രൊഫൈൽ ഇല്ലേ, DXN പ്രൊഫൈൽ എടുത്തിട്ട് അതിന്റെ ആദ്യ പേജിൽ തന്നെ രണ്ടാമത്തെ പേജിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് വൺ ടോട്ടൽ കമ്പനി എന്ന് കാണാൻ പറ്റും. ഈ വൺ ടോട്ടൽ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ടോട്ടൽ കമ്പനി എന്ന് പറഞ്ഞാൽ 5 പ്രത്യേകത നമുക്കുണ്ട്. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം കൾട്ടിവേഷൻ, അതായത് കൃഷി ചെയ്യുന്നത്. ഗാനോഡർമ ലോകത്ത് 4200 കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. കൾട്ടിവേഷൻ, പിന്നീട് അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ പാക്കേജിങ്, അതിന്റെ മാർക്കറ്റിംഗ്, ഇതെല്ലാം അണ്ടർ വൺ റൂഫിലാണ്. മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നത്, അതിന്റെ ട്രെയിനിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഗുണം എന്നറിയാമോ? ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും ഞാനൊക്കെ DXN ജോയിൻ ചെയ്യുമ്പോൾ DXN 2-in-1 കോഫി 320 രൂപയായിരുന്നു ഒരു ബോക്സ് കോഫിയുടെ വില. ഞാൻ 2000 ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന് ആ കോഫിയുടെ വില 830 രൂപയാണ്. അതായത് ഞാൻ DXN ജോയിൻ ചെയ്യുമ്പോൾ 1 ഗ്രാം സ്വർണത്തിന് 400 രൂപയായിരുന്നു. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 5000 രൂപയ്ക്ക് മേലെയാണ്. ഞാൻ DXN ജോയിൻ ചെയ്യുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 10 രൂപ 50 പൈസ, 1 ലിറ്റർ പെട്രോൾ 100 ഓയിലും. ഇന്ന് 1 ലിറ്റർ പെട്രോളിന് 100 രൂപയാണ്. അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ, പഴയ ആ സമയത്ത് 2000 നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അരിക്ക് എന്തായിരുന്ന വില അതിന് ഒരു 3-4 ഇരട്ടി വില ഇപ്പൊ കൂടി. പെട്രോളിനും സ്വർണത്തിനും ഒക്കെ അതിനേക്കാൾ കൂടുതലായി. പെട്രോളിനും കൂടിയാൽ തന്നെ എല്ലാത്തിനും കൂടും. പക്ഷെ DXN കമ്പനി, നിങ്ങളുടെ വീട്ടിലൊരു തെങ്ങുണ്ടെന്ന് വിചാരിക്കാം, ഞാൻ ഉദാഹരണം പറയട്ടെ, DXN കമ്പനി വില കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിലൊരു തെങ്ങുണ്ട്, അതൊരു 40 തേങ്ങ തരുന്നു എന്ന് വിചാരിക്കാം. തേങ്ങയ്ക്ക് വില കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ തെങ്ങിന് വല്ലതും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് പ്രൊഡക്റ്റ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കളക്ട് ചെയ്യപ്പെടുന്ന കമ്പനികൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ ഫാമിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് വൺ ടോട്ടൽ കമ്പനി എന്നാണ് നമ്മൾ പറയാ. നമ്മുടെ കൾട്ടിവേഷൻ, നമുക്ക് അറക്കപ്പൊടി ഉമിയോ ആണ് ഈ ഗാനോഡർമ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യം. അത് മലേഷ്യയിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. 100 കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലത്ത് നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ റബ്ബർ നട്ടുണ്ട്, ഇഷ്ടം പോലെ അറക്കപ്പൊടി ഉമി നമുക്ക്. അപ്പൊ അതുകൊണ്ട് റോ മെറ്റീരിയൽ ഒരു പഞ്ഞോ ഇല്ല. മാത്രവുമല്ല, ഗാനോഡർമ എന്ന് പറഞ്ഞ ഈ മഷ്റൂമിന് ലോകത്ത് ഏതാണ്ട് 60ഓളം യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ചൈനയിൽ ഇതിനെ വിളിക്കുന്നത് ലിങ്ഷി എന്നാണ്, മരണമില്ലാത്ത മരം. അപ്പോ ഈ സാധനം ഐതിഹ്യപരമായിട്ട് ഏതാണ്ട് 5000 വർഷം പഴക്കമുള്ള റിസർച്ച് റിപ്പോർട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഗാനോഡർമ. അതുപോലെ തന്നെ സ്പൈറുലിന ഈ FSSC സർട്ടിഫിക്കറ്റ് ഉള്ള, ഇന്ത്യയിൽ കിട്ടുന്ന വളരെ വിരളം കിട്ടുന്ന ഈ സർട്ടിഫിക്കേഷനുള്ള ഒരു കമ്പനിയാണ് DXN. അതുപോലെ തന്നെ ധാരാളം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഓരോ മാസവും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് DXN. ഇന്ന് നമുക്ക് 80ഓളം ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പ്രൊഡക്റ്റ് കമ്പൽസറിയാണ്. സ്പൈറുലിനെ വേണ്ടാത്ത ഒരു മനുഷ്യനുമില്ല. ഒരു 10-15 രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 3 സ്പൈറുലിനെ ഡെയിലി കഴിക്കാൻ പറ്റും. 15 രൂപ മുടക്കാൻ, അതായത് 900 ഗ്രാം പച്ചക്കറി കഴിച്ചാൽ കിട്ടുന്ന ക്ലോറോഫില്ലും അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ബോഡിക്ക് കിട്ടാൻ തുടങ്ങും. നമുക്കറിയാം. അപ്പോ ഈ 2 പ്രൊഡക്റ്റ് മാത്രം ഞാൻ, ഇനി ഒരു പ്രൊഡക്റ്റ് നോനി മൊറിൻഡ സിട്രിഫോളിയ എന്ന് പറയുന്നത് ബൊട്ടാനിക്കലി അറിയപ്പെടുന്ന ഒരു മൊറിൻഡ സിട്രിഫോളിയ, അതിന്റെ ജ്യൂസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നോനി ഫ്രൂട്ട്സ് എന്നൊക്കെ അറിയപ്പെടും, കാക്കപ്പഴം എന്നറിയപ്പെടും. പോളിനേഷ്യ എന്ന് പറഞ്ഞൊരു കൺട്രിയിലാണ് അതിന്റെ ഉദയം. നെപ്പോളിയന്റെ കാലത്ത് പട്ടാളക്കാർക്ക് മുറിവ് പറ്റിയാല് ആ മുറിവിൽ ഇതിന്റെ ഇലയും തണ്ടും അതിന്റെ ഇതൊക്കെ പിഴിഞ്ഞ മുറിവിൽ ഇട്ടാൽ മുറിവ് ഉണങ്ങുമെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആ മരത്തിനെ വിളിക്കുന്നത്, ആ മരത്തിന്റെ പേര് തന്നെ വളരെ എന്താണ്, പോളിനേഷ്യൻ ദ്വീപിൽ നിന്ന്. ഇത് ഈ കടലിന്റെ തീരത്തൊക്കെ ഇഷ്ടം പോലെ വളരും. നമ്മുടെ കൊച്ചിയുടെ തീരത്തും അതുപോലെ ചേർത്തലയിലൊക്കെ പുഴയുടെ അരികിലൊക്കെ ഈ മരം 365 ദിവസം ഉരുളൻകിഴങ്ങിന്റെ അത്രയും പോലത്തെ ഒരു കായ് ഉണ്ടാകുന്ന ഒരു പഴമാണ് നോനി ഫ്രൂട്ട്.
ഇതിനൊരു പ്രത്യേകത സെറോണൈൻ, പ്രോസെറോണൈൻ, 2 ആൽക്കലോയിഡ് ഏറ്റവും കൂടുതലുള്ള. നമുക്കറിയാം ഇന്ന് എൻഡോക്രൈൻ ഇംബാലൻസ് വളരെ കൂടുതലാണ്. എൻഡോക്രൈൻ ഇംബാലൻസിന് ഇന്ന് നമ്മുടെ ഹരിസാർ രാവിലെ എന്നോട് ചോദിച്ചു, ഈ തൈറോയിഡ് പ്രോബ്ലം ഒക്കെ അതൊരു എൻഡോക്രൈൻ ഇംബാലൻസ് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. സോ മൂഡ് സ്വിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന മൈക്രോ മാക്രോ ന്യൂട്രിയൻസിന്റെ ഒരു കോമ്പിനേഷനാണ് RGGL അഥവാ ഗാനോഡർമ മഷ്റൂമും സ്പൈറുലിനയും അതുപോലെ തന്നെ നോനിയും. അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റ്. ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് വന്ന പ്രൊഡക്റ്റ് ആണ് കൊമ്പുച്ച. അതൊരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആണ് കൊമ്പുച്ച. അതൊരു സോഡ ഡ്രിങ്ക് പോലത്തെ ഒരു സാധനം. കാർബണേറ്റഡ് അല്ല, ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി വരുന്ന, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഫ്യൂസ്ഡ് അല്ല, അതിനകത്ത് സോഡയ്ക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്ന പോലെയല്ല. വലിയൊരു മാർക്കറ്റ് സാധ്യതയുള്ള കുറെ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അതെല്ലാം നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ഓൺ ഫാക്ടറിയിലോ ഫാമിലോ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ 80ഓളം പ്രൊഡക്റ്റ് ഇന്ത്യയിലും 150ഓളം പ്രൊഡക്റ്റ് മലേഷ്യയിലും, ഒരുപാട് ലോകത്ത് 300-400ഓളം പ്രൊഡക്റ്റുകൾ പുതിയതായിട്ട് ഇനി വരാൻ പോകുന്നു. വരുന്ന മാസത്തിനുള്ളിൽ തന്നെ പുതിയ പല പ്രൊഡക്റ്റുകളും, ഒരു ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകളുടെ ഒരു ശ്രേണി തന്നെ വരാൻ പോകുന്നു. അവർക്ക് മന്ത്ലി ഉപയോഗിക്കേണ്ടി വരുന്ന പാഡ് പോലെയുള്ള, ഡയപ്പർ പോലെയുള്ള പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നു. ഇന്നർ വിയേഴ്സ് വരാൻ പോകുന്നു, ഡ്രസ്സുകൾ വരാൻ പോകുന്നു. ഇപ്പൊ നമുക്കൊരു വെർജിൻ കോക്കനട്ട് ഓയിൽ, 2 കുക്കിംഗ് ഓയിൽ നമുക്കുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ ഉണ്ട്. അപ്പൊ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന പോലെ അവന്റെ ഡെയിലി ഉള്ള എക്സ്പെൻസ് മാത്രം ഈ കമ്പനിയോട് ആശ്രയിച്ച ക്വാളിറ്റി ഉള്ള ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ഇൻഫർമേഷനാണ് നമ്മൾ സമൂഹ മധ്യത്തിലേക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ പ്രൊഡക്റ്റും, ഇതാണ് നമ്മുടെ കമ്പനിയും. അപ്പോ നമ്മുടെ കമ്പനിയിൽ, ഞാൻ 2000-ലാണ് ഈ കമ്പനിയിൽ വരുന്നത്, 2000-ല്. അന്ന് ആകെ 2-3 പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2-3 പ്രൊഡക്റ്റ്. അതായത് ഒന്ന് RGGL-ന്റെ 30-60 RGGL കിട്ടുന്ന കൊച്ചു ബോട്ടിലെ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന കുഞ്ഞു ബോട്ടിലും, അതിനോടൊപ്പം തന്നെ ഒരു കോഫിയും ഒരു പേസ്റ്റും, 2-in-1 കോഫിയും പേസ്റ്റും ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഈ റിസൾട്ട് ഒക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ക്യാപ്സൂൾ കണ്ടാൽ അത് മരുന്നാണെന്നുള്ള വിശ്വാസമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. മാർക്കറ്റിംഗ് വളരെ ടഫായിരുന്നു. ഒരു 3-4 പ്രാവശ്യം ഈ വർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞ ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ ഇപ്പൊ കാലം 24 വർഷം പിന്നിട്ടൊന്ന് പുറകോട്ട് നോക്കുമ്പോൾ അങ്ങനെയുള്ള മധുരതരമായ ഓർമ്മകളെല്ലാം വലിയ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എറണാകുളത്ത് അറഫ എന്ന് പറഞ്ഞൊരു ടയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അറഫ, അതിന്റെ ഓണർ ആന്റണി ചേട്ടനാണ്. അപ്പോ ഞാനൊക്കെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, ഞാൻ വളരെ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള, കാശ് അഡ്വാൻസ് വാങ്ങിച്ചിട്ടൊക്കെ പ്രൊഡക്റ്റ് മേടിക്കേണ്ട ഒരു സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ അറഫ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റണി ചേട്ടന് കൊണ്ടു കൊടുത്തു. അപ്പോ നമുക്കറിയത്തില്ല ഈ പ്രൊഡക്റ്റ് ഒരാളുടെ ബോഡിക്ക് ചെയ്യുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ എന്തെങ്കിലും വയറിന് പ്രശ്നമുള്ള ഒരാള്, കണ്ടിന്യൂസ് ആയിട്ട് കുറെ മെഡിസിൻ ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കണമായിരുന്നു. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞു തരാൻ ആദ്യ സമയത്ത് ആരും ഉണ്ടായില്ല. ഞാനും രാജീവ് സാറും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്തതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത്, നമുക്ക് ജീവിച്ചു പോകണം, അത് വിറ്റാൽ ഒരു 150 രൂപ കമ്മീഷൻ കിട്ടും, ഇത് മാത്രമായിരുന്നു നമ്മുടെ അന്നത്തെ ലക്ഷ്യം. അങ്ങനെ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു 2-3-4 ദിവസം ഇത് ഉപയോഗിച്ചപ്പോ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ രാജീവും കൂടെ അവിടെ ചെന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് വലിയൊരു ചീത്ത വാക്കാണ്. എന്ത് സാധനമാണ് നിങ്ങൾ എനിക്ക് കൊണ്ട് തന്നത്? ഞാൻ ചോദിച്ചു എന്ത് പറ്റിയ ആന്റണി ചേട്ടാ? ഇത് കഴിച്ച പിന്നെ ഭയങ്കര ലൂസ് മോഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് ചെന്നൈക്ക് ഒരു ഡോക്ടറെ വിളിച്ചു വെച്ച് പറഞ്ഞു, ലൂസ് മോഷൻ ചില ആളുകൾക്ക് ഒരു 100-200 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം വയറിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു തന്നു, വെള്ളം 1-2 ഗ്ലാസ് അഡീഷണൽ കുടിക്കുക, ഇതിന്റെ കഴിക്കുന്നതിന്റെ അളവൊന്ന് കുറക്കാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പറഞ്ഞു കൊടുത്തതിന് ആന്റണിച്ചേട്ടൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യ സമയത്ത് നമുക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങോ ആരും തന്നിരുന്നില്ല. പക്ഷെ ഇപ്പൊ മാറി. കമ്പനി ഇങ്ങനെ ഗ്രോ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഓൾ ഓവർ വേൾഡ് ഒരുപാട് ട്രെയിനേഴ്സും ഒരുപാട് ആളുകളും വന്ന ശേഷം ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ കൃത്യമായ ലെവലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. നമ്മൾ എടുത്തു പറയുന്നു, ഗാനോഡർമ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടും, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു അസുഖവും മാറ്റുന്ന പ്രൊഡക്റ്റ് അല്ല, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി. ഇപ്പൊ നമ്മുടെ ബോട്ടില് നിങ്ങൾ നോക്കിയാൽ മതി, സ്പൈറുലിനയുടെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കംപ്ലീറ്റ്ലി സേഫ്.
എന്ന് ബോട്ടിലിന്റെ മുകളിൽ RGGLന്റെ സ്പൈറലിന്റെ ഒക്കെ മുകളിൽ കംപ്ലീറ്റ്ലി സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ടോക്സിക് പ്രൊഡക്റ്റ് ആണ്. 3 പ്രത്യേകതയാണുള്ളത്. നോൺ ടോക്സിക് ആണ്, നോൺ സ്പെസിഫിക് ആണ്, ഓർഗാനിക് ആണ്. ഇതൊരു പ്രത്യേക അസുഖത്തിന് വേണ്ടിയുള്ളതല്ല, പ്രതിരോധശേഷി കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, കമ്പനി വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പനി, 190+ രാജ്യത്ത് വേൾഡ് വൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ 6ഓളം പടുകൂറ്റൻ ഫാക്ടറി, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ബിസിനസ് എടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു കമ്പനി 10-15ഓളം കൺട്രിയിലേക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ സെറ്റപ്പ് അത്രയും വലുതായി കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നീഡ്, ആൾക്കാർക്ക് ആവശ്യമുണ്ടോ, ഈ പ്രൊഡക്റ്റിന് ഒരു സ്പേസ് ഉണ്ടോ, അതിന് സാധ്യമാണ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം, ഏറ്റവും ലേറ്റസ്റ്റ് കൊറോണ, ആളുകൾ ഭയവിഹ്വലരാണ്. ഇഞ്ചക്ഷൻ എടുത്തവരുടെ എല്ലാവരും വളരെ ടെൻഷനാണ്. അത് വളരെ വളരെ ടെൻഷനിലാണ് പലരും. കാരണം അത് ഇഞ്ചക്ഷൻ എടുത്തിട്ട്, ഇന്ന് ഞാൻ എൻ്റെ ഫാദർ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ ചെന്നപ്പോൾ ഇന്നും അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഒരു 37 വയസ്സുള്ള ഒരു ലേഡി മരിച്ചതാണ്. ഹാർട്ട് അറ്റാക്ക് ആണോ കുഴഞ്ഞു വീണോ, പെട്ടെന്ന് മരിച്ചുപോയി, സ്ട്രോക്ക് വന്നിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ചുറ്റുപാടത്തെല്ലാടും ആളുകളെല്ലാം പലതരത്തിൽ ഭയവിഹ്വലരാണ്. അവിടെയാണ് പ്രോപ്പറായി ഈ പ്രൊഡക്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ, നമ്മൾ ഒരാളെയും നിർബന്ധിച്ചിട്ടല്ല, ഇതിന്റെ സയന്റിഫിക് പ്രൂഫും എല്ലാം നമ്മൾ ആളുകളെ കാണിച്ച് സംസാരിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ വന്നു ചേരും. അതാണ് ഇതിന്റെ അടുത്തൊരു പോയിന്റ്. അതായത് ഒന്ന്, കമ്പനി വളരെ പവർഫുൾ ആണ്. 2, കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇനി ആരും മേടിച്ചില്ല എങ്കിൽ പോലും നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പ്രൊഡക്റ്റുകൾ വളരെ പവർഫുൾ ആണ്. ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ മാർക്കറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. ഞാൻ പറയുന്നത്, ഞാൻ എറണാകുളത്ത് പാലാരിടത്തായിരുന്നു എൻ്റെ ജോലി. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാരോടാണ് പറഞ്ഞത്. അവരിങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ പോയി 20 വർഷം 24 വർഷം പിന്നിടുമ്പോൾ എന്റെ ബിസിനസ് നടക്കുന്നത് 114 കൺട്രിയിലാണ്. ഇപ്പോൾ എന്നെ പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾ ആദ്യം ധരിക്കും, ഈ 114 സ്ഥലത്ത് എങ്ങനെ എനിക്ക് കണക്ഷൻ കിട്ടിയെന്ന്. ഇന്ന് എറണാകുളം ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ മഹേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്, അയാളുടെ ഭാര്യയും കൂടെ ശ്രീലങ്കൻ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആയിരുന്നു. അദ്ദേഹവും ഭാര്യ അവിടെ വന്നു. ഭാര്യ മഹേന്ദ്ര, ആദ്യത്തെ ഡോക്ടർ രഞ്ജൻ പരിചയപ്പെടുത്തി തന്നത്, ഡോക്ടർ രഞ്ജൻ സാർ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹേന്ദ്ര എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി ഇവിടുന്ന് US പോവുക. ശ്രീലങ്കയിൽ പുതിയ സ്റ്റോക്കിസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് മറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ഥലത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് അവിടെ ഒരു ഡയമണ്ട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ മഹേന്ദ്ര സാറിനോട് പറഞ്ഞു. സർ, ഐ ഹാവ് എ ഡയമണ്ട് ഇൻ യുവർ കൺട്രി ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നോട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു റഫീഖ്. അതെങ്ങനെ ശ്രീലങ്കയിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയത് വലിയൊരു കഥയാണ് സാർ എന്ന് പറഞ്ഞു. ചോദിച്ചു അതെങ്ങനെ കിട്ടി. അതായത് തൃശ്ശൂർ ഗുരുവായൂർ ഞാനൊരു മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ ഒരു ചേച്ചിയുടെ കൂടെ ഒരു പ്രായമുള്ള ആൾ അവിടെ മീറ്റിങ്ങിന് വന്നിരുന്നു. അദ്ദേഹം മീറ്റിംഗ് വന്നിരുന്നു, മീറ്റിംഗ് അറ്റൻഡ് അദ്ദേഹം പോവുകയും ചെയ്തു. കുറെ കാലത്തിന് ശേഷം ഞാൻ ദുബൈയിൽ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ എന്നോടൊരു ശ്രീലങ്കയുടെ ഒരു ഗ്രൂപ്പുകാർ വന്നിട്ട് ചോദിച്ചു, സാർ വന്ന് உங்களுக்கு തമിഴ് പേസ മുടിയുമാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊഞ്ചം പേസലാം, അവളോ തെരിയാതെ ആനാ കൊഞ്ചം പേസലാം. അപ്പൊ ഞാൻ എന്റെ പ്രസന്റേഷൻ നമ്മുടെ കഴിഞ്ഞിട്ട് എനിക്ക് ശേഷം രാജീവ് സാർ കയറാൻ പോകുമ്പോൾ ദുബായ് ഷാർജ ഓഫീസിൽ 3-4 ഹോളുണ്ട്. അറബികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോള്, അവിടെ വേറൊരു മീറ്റിംഗ് വേറെ അറബിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഫിലിപ്പിനോസിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ്, ഏതോ ഒരു ഫിലിപ്പിനോ ലീഡർ സംസാരിക്കുന്നുണ്ട്. അപ്പുറത്ത് മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിന് എന്നെ രാജീവ് സാറിനെയും കൊണ്ടുപോയി ഞങ്ങൾ സംസാരിക്കുന്നു. ഇതിന്റെ ഇപ്പുറത്തെ ഒരു മുറിയിൽ ഇരുന്നിട്ട് ഡയമണ്ടുകൾ മാത്രം, അറബി ഡയമണ്ടുകൾ മാത്രം ഇരുന്ന് സംസാരിക്കുന്നു. വേറെ അങ്ങനെ പല മുറികളിലും പല സംസാരം. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, കൊഞ്ചം തമിഴ് പേശാം ചോദിച്ചു. നമ്മൾ ശരി. ചെന്ന് കഴിഞ്ഞപ്പോ ഒരു മുറി ചെന്നപ്പോ ഒരു 10-15 പേരിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച് തമിഴ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താ കാളാന്ന് ചൊല്ലുവാங்க, இந்த பொருளுக்கு വന്ന് തമിഴിൽ വന്ന് കാളാൻ, തമിഴിൽ കാളാൻ എന്നാണ് ഈ മഷ്റൂമിന് പറയാൻ. അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിലൊരു ഡയമണ്ട് ഉണ്ട്, അതിന്റെ പേര് റഫീഖ് എന്നാണ്. അപ്പൊ ഈ റഫീഖ് എങ്ങനെ ഡയമണ്ട്, എട്ടിസലാത്തിൽ വർക്ക് ചെയ്യാണ്. എട്ടിസലാത്ത് എന്ന് പറഞ്ഞാല് ദുബൈയില് ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ സീനിയർ എഞ്ചിനീയർ. അപ്പൊ ഇയാൾ വന്നതിന്റെ കാരണം പറഞ്ഞത്, ഇയാളുടെ വീട്ടിൽ സ്ഥിരമായി ഫുഡ് കൊണ്ടുവരുന്ന ഈ നമ്മുടെ ഈ സുമാറ്റോ സ്വിഗ്ഗി പോലത്തെ ബൈക്കിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അവനാണ് ഇത് കൊണ്ടത്. അപ്പൊ അവനെങ്ങനെ വന്നു, അപ്പൊ അവനും ഇരിക്കേണ്ട കൂട്ടത്തില് അവനെങ്ങനെ വന്നു വെച്ചപ്പോ അവനോട് പറഞ്ഞത് വിക്രമൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ വിക്രമൻ എന്ന് കേട്ടപ്പോ ഇത് വലിയ അതിക്രമമാകുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. വിക്രമൻ എവിടെയാണ്? അപ്പൊ വിക്രമൻ ചേട്ടൻ ആ ഗ്രൂപ്പിലില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിക്രമൻ സാറ്
അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോ കേരളത്തില് ഗുരുവായൂരുകാരനാണ്. ഈ ഒരു ചേച്ചിയുടെ കൂടെ വന്ന പ്രായമുള്ള ആളാണ് ഈ വിക്രമൻ ചേട്ടൻ. അവിടെ ലോഡ് എടുക്കുന്ന ജോലിയാണ്. ലോഡ് എടുത്ത് ലോറിമേന്ന് ഈ പലക വന്ന് തലയിൽ വീണിട്ട് 8-10 സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മുടെ DXന്റെ ദുബായിൽ നിന്ന് പേസ്റ്റ് ഒക്കെ മേടിച്ച് ഉപയോഗിച്ചു. അങ്ങനെ വീട്ടിൽ തലക്കെട്ടും കെട്ടിയിരിക്കുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ വന്ന ഈ ഫുഡുകാരൻ വായില് മോണയും പൊത്തിപ്പിടിച്ചാണ് വന്നത്. അങ്ങനെ ഈ പേസ്റ്റ് കുറച്ച് പിഴിഞ്ഞൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ പിഴിഞ്ഞു കൊടുത്തിട്ട് ആ പേസ്റ്റ് മാറിയപ്പോഴാണ് റഫീഖിന് പല്ലുവേന വന്നപ്പോ ഈ പയ്യൻ രണ്ടാമത് ഫുൾ മേടിക്കാൻ വേണ്ടി വിക്രമൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ഈ റഫീഖ് ജോയിൻ ചെയ്തത്. ആ റഫീഖ് ജോലി റിസൈൻ ചെയ്ത് ശ്രീലങ്കയിൽ പോയി ഒരു DXന്റെ സ്റ്റോക്ക് പോയിന്റ് തുടങ്ങി. ഞാൻ മഹീന്ദ്ര സാറിനെ അത് കണക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നൊരു നല്ല വോളിയം ചെയ്യുന്ന ആളാട്ടോ റഫീഖ്. എറ്റിസലാത്തിൽ സീനിയർ എഞ്ചിനീയർ ജോലി റിസൈൻ ചെയ്യണമെങ്കിൽ അപ്പോ നിങ്ങൾക്കൊരു ടീം വരുന്നത് ഏത് രൂപത്തിലാണെന്ന് ഇന്ന് ആ വിക്രമൻ ചേട്ടൻ കാരണം ഗുരുവായൂരുള്ള ചേച്ചിക്ക് ചെറിയ വരുമാനമുണ്ട്, ശ്രീലങ്കയിൽ നിന്നും വരുമാനമുണ്ട്. അപ്പോ നമുക്കൊരു ടീം വരുന്നത് എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റബിൾ അല്ല. ഇന്ന് ഒരു 1.5 ആഴ്ച മുമ്പ് എറണാകുളം ഓഫീസിൽ നിൽക്കുമ്പോൾ ഒരു പാർട്ടി വന്നിട്ട് 90,000 രൂപയ്ക്ക് അടുത്ത് പ്രൊഡക്റ്റ് RGGയിൽ സെറ്റ് കണക്കിന് മേടിച്ചിട്ട് പോവാണ്. അപ്പൊ ഞാൻ മീറ്റിംഗിന്റെ അവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ചോദിച്ചു വന്നപ്പം UK പോവുക, അദ്ദേഹത്തിന് ഇവിടെ 5-6 പേരുണ്ട്, അദ്ദേഹത്തിന് ഭാര്യക്കും ഒക്കെ ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റാ, 90,000 രൂപയുടെ പ്രൊഡക്റ്റാ. ഏതോ ഒരു കൊച്ചു സാധനം ഉപയോഗിച്ച് കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ബാക്കി എല്ലാം മേടിച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രൊഡക്റ്റ് പവർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ലോകം മുഴുവൻ ഇതിന് കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ സമൂഹത്തോട് പറയണം. ഞാൻ ഇന്ന് എറണാകുളത്ത് പറഞ്ഞ 5 രൂപത്തിൽ നമുക്കിത് പറയാം, സമൂഹത്തോട് 5 രൂപത്തിൽ പറയാം. ഇത്തിരി മുമ്പ് ഞാൻ എടപ്പള്ളി പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോൾ ഫുൾ ബുർക്ക ഫുൾ മഫ്തായിട്ട് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, SBIയുടെ കാർഡ് വേണമെന്ന് ചോദിച്ചു. ഷാഹിദ എന്നട്ട പേര്. ഞാൻ പറഞ്ഞു ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാറില്ലാന്ന്. വളരെ നിരാശയായിട്ട് പോയപ്പോൾ പെട്ടെന്ന് തോന്നി, ഞാൻ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വീടെത്തുന്നതിന് മുമ്പ് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് 10 മിനിറ്റ് ആ കുട്ടിയായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ആ കുട്ടിക്കൊരു അപ്പൊ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് 2 ഉണ്ണികളുണ്ട്. അങ്ങനെ തന്നെ, ചാവക്കാടാണ് വീട്. 2 ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ കൊച്ചുങ്ങൾ 9-ലും 10-ലും പഠിക്കുക. വാപ്പയ്ക്ക് ലിവറിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഈ കൊച്ചു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ പോകാനുള്ള തയ്യാറെടുപ്പില് അതിന് ഫീസ് കൊടുക്കാൻ ആരും ഉണ്ടായില്ല. ഇപ്പോ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പെൺകുട്ടി ജോലിക്ക് എറണാകുളത്ത് SBI കാർഡിന്റെ ഏതാണ്ട് ഒരു 10-20,000 രൂപ സാലറി കിട്ടുന്ന കാർഡ് കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തത്. 1 മാസം കംപ്ലീറ്റ് ആയി. ആ കൊച്ചിങ്ങനെ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിക്ക് എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു, ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ആ കൊച്ചിനൊരു വീഡിയോ ഇട്ട് കൊടുത്തു. ആ കൊച്ചു വളരെ താല്പര്യത്തിലാണ്. അപ്പം ഈ മാസം എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് വരാൻ എന്നോട് വരട്ടെ. ഞാൻ പറഞ്ഞപ്പോ വേണ്ട, അടുത്ത ജൂൺ മാസത്തില് ഒരു പ്രോഗ്രാമിന് വിളിക്കാന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്നോട് ചോദിച്ച ആ കുട്ടി ചോദിച്ച 2 ചോദ്യമുണ്ട്. ഇപ്പോഴെന്റെ പ്രസന്റ് ജോലിയെ ഇത് ബാധിക്കും? ഞാൻ പറഞ്ഞു ഒട്ടും ബാധിക്കത്തില്ല. 2, ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പേഴ്സണലി വാ, ഷാഹിദ ഓഫീസിൽ വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ണി കണ്ട മുഴുവൻ ആളുകളോടും പറയണം. അതെന്റെ ഒരു ശീലമാക്കി. എന്റെ കൺമുമ്പിൽ ആര് വരുന്നോ അവരോട് പറയും. അങ്ങനെ ശീലമാക്കണം. ഇത് പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മോളും കൂടെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഒരു പൊട്ടിത്തെറിച്ച് കണ്ണിൽ മുഴുവൻ ലൈറ്റ് കത്തിച്ച് നടക്കുന്ന ഒരു പെങ്കൊച്ച്. ഞാൻ വിളിച്ചു, എൻ്റെ മോളും അടുത്തുണ്ട്, തസ്നീം എന്നാണ് പേര്, മൂവാറ്റുപുഴക്കാരിയാണ്. ഇപ്പം അന്നേരം ആ കുട്ടി ഒരു ബോക്സ് കൊമ്പുച്ച ഓഫീസിൽ നിന്ന് എറണാകുളത്ത് ഒരു ബോക്സാണ് മേടിച്ചത്. ഇപ്പം അത് ഉപയോഗിച്ച ശേഷം ആ കുട്ടിക്ക് കിട്ടിയ റിസൾട്ട് ഭയങ്കര. ആള് മാർക്കറ്റ് ചെയ്യണം. 8-ാം തീയതി തൊടുപുഴ പോകുമ്പോൾ ആ കൊച്ചും മൂവാറ്റുപുഴ വെച്ച് കാണാന്ന്. ഞാൻ പറഞ്ഞത്, ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാണുന്ന മുഴുവൻ ആളുകളോടും പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഒരെണ്ണം. രണ്ടാമത്തെ മാർഗം, ഇപ്പൊ നമ്മുടെ കൂടെ കാണുന്ന ഹരി, അദ്ദേഹം കൊടുങ്ങല്ലൂരാണ്. അദ്ദേഹം DXL ജോയിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാണ്. ഇവിടെ ഇരിക്കുകയാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് കേൾപ്പിക്കാം. അദ്ദേഹം ഒരു യോഗ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞിട്ടാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇത് ഇഷ്ടമായി. ടീച്ചർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞാലും ഹരീഷ് ജോയിൻ ചെയ്യുമായിരുന്നു. മനസ്സിലായോ? കാരണം ഇത് ആവശ്യക്കാരനായിട്ടുള്ള ഒരാളാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം റോട്ടിൽ വലിയ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആളുകൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ വിളിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ പബ്ലിക്കായിട്ട് ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ നമ്പർ എടുത്തിട്ട്, എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ് സാർ, ഒരു കാര്യം പറയാനുണ്ട്,
ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എനിക്കൊരു മാസം 100 പേരോട് പറയാനുള്ള ടാർഗറ്റ് ആണുള്ളത്, അതിലൊരു 20 പേര് ഇത് അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അതിന്റെ റാൻഡം ആയിട്ട് ഞാൻ സാറിനെ വിളിക്കുകയാണ്. എന്തൊരു ക്ലിയർ ആയിട്ട് അവർ കേൾക്കുമെന്നറിയോ? ഞാൻ 100 പേരോട് പറയാനാണ് എന്റെ ടാർഗറ്റ്, അതിൽ 20 പേരാണ് എന്നോട് സഹകരിക്കുന്നത്, സാർ ആ 20 പേര് പെടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്തായിരിക്കും അവർ ചോദിക്കാൻ പോവാ? എന്താ കാര്യം? ചോദിക്കുകയില്ലയോ? കാര്യം പറയാൻ പറ്റണം, നമുക്ക് ഭംഗിയായിട്ട് പറയാൻ പറ്റണം. ഗ്യാരണ്ടി ആയിട്ടും റിക്രൂട്ട്മെന്റ്, നിങ്ങൾ ഈ മാസം ഒരു 20 റിക്രൂട്ട്മെന്റ് ടാർഗറ്റ് വെക്കണം, 20 പേര് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഞാൻ 4 മാസം കൊണ്ട് 96 പേരെ റിക്രൂട്ട് ചെയ്ത ആളാണ് ഞാൻ. 4 മാസം ജോയിൻ ചെയ്ത് ആദ്യത്തെ ഓഗസ്റ്റ് 11 തുടങ്ങി 4 മാസം കൊണ്ട് 96 പേരെ റിക്രൂട്ട് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ പറയാണ്, റിക്രൂട്ട്മെന്റ് ഒന്ന് സ്ട്രേഞ്ചർ അറ്റൻഡ് ചെയ്യണം. സ്ട്രേഞ്ചറെ പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ പോയി നമസ്തേ പറയാനോ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏതാണ്ട് എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഒരു 70 പേരും പറഞ്ഞു എന്ന് പറയും. എന്ത് കാര്യമെന്ന് ചോദിക്കും. ബാക്കി ഒരു 30 പേര് എനിക്ക് കേൾക്കണ്ടെന്നും പറയും. ആ കേൾക്കണ്ടെന്ന് പറയാനുള്ള, അത് സഹിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സ്ട്രേഞ്ചർ, 2 റോഡരികിൽ, 3 റോഡരികിൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്യണം, 4 നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് 10 പേരുടെ റെഫറൻസ് ചോദിക്കണം. നിങ്ങൾക്കറിയോ, ഇപ്പൊ ഈ ഷാഹിദ എന്ന് പറഞ്ഞ കുട്ടി ഓലപ്പരയാണ്, കൊച്ചനോട് പറയാ, അത് ചോർന്നൊലിക്കുന്ന വീട്ടില് സ്വന്തം അനിയന്മാരെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരു ജീവിതമാർഗം കണ്ടെത്താനാണ് അത് ചാവക്കാട് എറണാകുളത്ത് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പലർക്കും ഒരു വഴി കാണിച്ചു കൊടുക്കാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്, ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രസക്തി, നിങ്ങളല്ല, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആളുടെ ടൈം, അവർക്ക് ഇതിലൊരു കോൺഫിഡൻസ് വന്നാൽ അവർ ഗ്യാരണ്ടി ആയിട്ട് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങും. ഒരു സിറാജുദ്ദീന് 2000 രാജീവ് എന്ന് പറഞ്ഞ സുഹൃത്ത് തരുമ്പോ 10-600 രൂപ വാടക കിടക്കുന്ന എന്നെ സംബന്ധിച്ചിട്ട് അതിനേക്കാൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ പറ്റുമെന്നുള്ള എന്റെ വിശ്വാസം എന്റെ ട്രെയിനിങ്ങിലൂടെ എനിക്ക് കിട്ടിയപ്പോ ഞാനത് ഫുൾഫിൽ ചെയ്തു. അതുകൊണ്ടാണ് 10-35 കൺട്രിയിൽ പോയി ഇപ്പൊ സാമ്പത്തിക പ്രശ്നം എന്താണെന്ന് പോലും അറിയാത്ത ഒരു ജീവിതം എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾ കാണുന്ന മുഴുവൻ ആളുകളോട് പറയാൻ തയ്യാറാവും. ഈ ഒന്നുകിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗിന്റെ സൈഡിനെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ മാർക്കറ്റിംഗ് തയ്യാറാകുമ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യമാണ്, 3 രൂപത്തിലാണ് പറഞ്ഞത്. ഒന്ന് സ്ട്രേഞ്ചറോട് പറയാ, 2 ഫോൺ നമ്പേഴ്സിനോട് പറയാ, 3ാമത് നമ്മുടെ പരിചയമുള്ള ആളുകളോട് റെഫറൻസ് ചോദിക്കുക. എനിക്ക് ഈ വർക്കിന് കുറെ ആളുകളെ വേണം. എറണാകുളത്ത് നടക്കുന്ന പ്രോഗ്രാമിൽ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ വ്യാഴാഴ്ചകളും ശനിയാഴ്ചയൊക്കെ നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ കാസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. 3 മാർഗം ഞാൻ പറഞ്ഞു. 4ാമത്തെ മാർഗം ഓൺലൈനിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ജോലിക്കാരെ അന്വേഷിച്ചിട്ടുള്ള ഫോൺ നമ്പർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൊടുക്കാം, വിളിച്ചു ചോദിക്കണം. ഞാൻ ഹരീഷിനോട് പറയണ്ടേ, കഴിഞ്ഞ ദിവസം ഒരു ഫോണിൽ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ കവർ ചെയ്ത് പോയപ്പോ ഒരു നമ്പർ ജസ്റ്റ് വിളിച്ചു, എടുത്തില്ല. ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഉണ്ട് ആള്. ഞാൻ ഓൺലൈനിൽ ഹലോ എന്ന് പറഞ്ഞു, തിരിച്ചു മറുപടി ഹലോ. സംസാരിച്ചു 5 മിനിറ്റ് 10 മിനിറ്റ് 1.5 മണിക്കൂർ സംസാരിച്ചു. UK എന്നുള്ള റോയി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം ഇന്ന് 6 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഈ നടന്ന സംഭവം. അപ്പോ റിക്രൂട്ട്മെന്റോ ആളെ കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല, പക്ഷെ പറയുന്ന നല്ല രീതിയിൽ ഇത് പറയാനുള്ള ഒരു സാമർത്ഥ്യം, ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്കറിയാം DXN നമുക്ക് തരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് തരുന്നതെന്ന് നമുക്കറിയാം. ഈ പ്രൊഡക്റ്റിന് ഒരു ഡിമാൻഡ് ഉണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ കോട്ടയം DYSP ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് സാലറി വാങ്ങിക്കുന്ന ആള് ഒക്ടോബർ 31-ാം തീയതി 7 വർഷം ജോലി ബാക്കി നിൽക്കെ ജോലി റിസൈൻ ചെയ്ത് നമ്മളോടൊപ്പം വന്നത്. ഇതൊരു വരുമാന സാധ്യത ഉള്ളത് കണ്ടാണല്ലോ 2 ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാർഡിയോളജി ഡോക്ടറായിരുന്ന ഡോക്ടർ രഞ്ജൻ ഈ കഴിഞ്ഞ നാളില് കോയമ്പത്തൂർ വെച്ച് കണ്ടപ്പോ ഏതാണ്ട് 10-20 ലക്ഷം രൂപ DXN നിന്ന് കിട്ടുമ്പോ ഡോക്ടർ രഞ്ജൻ എന്നോടും രാജു സാറിനോടും പറഞ്ഞതാ. അന്ന് ഞാൻ ഈ സോപ്പും പേസ്റ്റും പറയുമ്പോ എന്നടാ ഉനക്ക് പൈത്യം പൊടിച്ചെടുക്കടാ, ഉനക്ക് ഭ്രാന്ത് പിടിച്ചാന്ന് കളിയാക്കിയ ഡോക്ടർമാർ ഇന്നും ആളുകളെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ രഞ്ജൻ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് നിർത്തി. വളരെ വേണ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് ഇപ്പൊ ചികിത്സിക്കുന്നത്. അദ്ദേഹത്തിന് 10, 20, 30 ലക്ഷം രൂപ വരുമാനം ഒന്നും പ്രശ്നമല്ല, കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹം ഇത് ചെയ്യുന്നത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ DXNൽ വന്ന് എനിക്കൊരു ഇൻകം ഉണ്ടാക്കാനാണ്. അപ്പോ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെ കാണുന്നു, അവരുടെ ഉദ്ദേശം, അവരെന്ത് പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയോടൊപ്പം ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ഡയറക്റ്റ് പോയി സംസാരിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോ നമുക്ക് DXN എന്തൊക്കെ തരുന്നറിയാം. ഏറ്റവും ആദ്യം 8-9 തരത്തിലുള്ള ഇൻകം DXN കമ്പനി നമുക്ക് തരും. ഒരു പ്രധാനപ്പെട്ട കാര്യം. 2ാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഈ കാലഘട്ടത്തില് ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള വലിയ അവഗാഹം നമുക്ക്. 3, ലോകം മുഴുവൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ലോകം മുഴുവൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാം
നമ്മുടെ ടീമിലുള്ള ഒരു മെമ്പർ ഒരു ഡയമണ്ടിന്റെ ഹസ്ബൻഡിന്റെ കാല് ചൊല്ലിട്ട് കസേരയിൽ കെട്ടിയിടുന്ന തരത്തിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവർക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോ ആ കുടുംബത്തിൽ സമാധാനമാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോ ഇങ്ങനെ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവരും പീഡയാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അതേസമയം ഒരു തൊഴിൽ അന്വേഷണം നടന്ന കിട്ടിയ തൊഴിലുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സൈഡായിട്ട് ഒരു വരുമാനം, അതിന് ട്രെയിനിങ് ആവശ്യമാണ്, എങ്ങനെ ആളുകളോട് സംസാരിക്കും, ഇങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കാൻ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന 19-ാം തീയതി, അതായത് ഈ വരുന്ന 19-ാം തീയതി 4 കൊല്ലത്തിന് ശേഷം DXന്റെ മഹാമാമാങ്കം നടക്കാൻ പോവാം. റെക്കഗ്നേഷൻ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അത് ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ട് വിജയ ഇന്റർ ഹോട്ടലിൽ വെച്ചിട്ട് നടക്കുന്ന ആ പ്രോഗ്രാമില് ഇത് രാവിലെ ഉച്ചയ്ക്ക് 1 മണി തുടങ്ങിയിട്ട് 6 മണി വരെ നടക്കുന്ന വലിയ ആ മാമാങ്കത്തിൽ 2000-ഓളം പേര് പങ്കെടുക്കുമ്പോൾ DXN ഇറാഖില് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷം കൊണ്ട് ക്രൗൺ അംബാസിഡർ ആയിട്ടുള്ള ഒരു ക്രൗൺ അംബാസിഡർ കമ്പനി ചെലവിൽ നമ്മളെ കാണിക്കാൻ ഇറാഖിൽ നിന്നും ഇവിടെ വരികയാണ്. ആ ഇറാഖിൽ നിന്ന് വരുന്ന ക്രൗൺ അംബാസിഡറെ കാണാനും ഒപ്പം സലീം ഷജീർ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിയുടെ IMD ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടറും അങ്ങനെയുള്ള പ്രമുഖമായ വലിയ ആളുകളുടെയൊക്കെ സാന്നിധ്യത്തിൽ നമുക്ക് റെക്കഗ്നേഷൻ പിന്ന് വിതരണം ചെയ്യുന്ന, റൂബി ആയിട്ടുള്ള ആളുകൾക്കും ഡയമണ്ട് ആളുകൾക്കും പിന്ന് വിതരണം ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാം നടക്കാൻ പോകുന്നു 19-ാം തീയതി, തൊട്ടടുത്ത ദിവസം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബിസിനസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ 2, 3, 4, 10, 20 പേരെ കൈ പിടിച്ചുകൊണ്ട്, ഇപ്പൊ പട്ടാമ്പിയിൽ നിന്നും നമ്മുടെ ബാലകൃഷ്ണൻ പട്ടാമ്പി ഒരു ബസ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും ഷംസുദ്ദീനും മുസ്തഫ എല്ലാം കൂടെ ഒരു ബസ് ബുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ നാട്ടിൽ നിന്ന് ഓരോ ബസ്സുകൾ അവിടെ വരുമ്പോൾ ഒരു ഗംഭീര പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ യാത്ര ഒരു ടൂർ എന്നതുപോലെ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും എറണാകുളം ജില്ല വിട്ടു പോകാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല വിട്ട് ആദ്യമായി DXNലൂടെ വന്ന ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്തേക്കും പോയിട്ടുള്ളവർ. ഞാനൊരു പക്ഷെ DXNൽ വന്നിട്ടാണ് ആദ്യമായി വിമാനത്തിൽ കയറുന്നത്, മലേഷ്യക്കുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പല ആളുകളെയും ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റും, പല ആളുകളെയും ആരോഗ്യ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു പല ആളുകളെയും നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ 4-5 രൂപത്തിൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ പറ്റും. ഒപ്പം നമ്മൾ ഈ നാട്ടിൽ നിന്നും ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞാലും നമ്മളെ ഓർക്കാനും നമ്മുടെ കുടുംബത്തിലേക്ക് പ്രതിമാസം നമ്മൾ എന്ന പോലെ തന്നെ DXNലൂടെ ഒരു വരുമാനം എത്തിച്ചേരാനും എല്ലാ മാസവും എത്തിച്ചേരുന്ന എത്രയോ കൂട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട സുനിൽ, PD സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പലരും കണ്ടിട്ടുണ്ടാവില്ല, ചിലർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ മാസവും 10-ാം തീയതിയോ 11-ാം തീയതിയോ 1-2 ലക്ഷം രൂപയായിട്ട് സുനിലിന്റെ വീട്ടിലേക്ക് ഈ ചെക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ വരുമാനം ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ബാങ്കിൽ വരുമ്പോൾ, മരിച്ചു കഴിഞ്ഞാലും ഇൻകം കിട്ടുന്ന ഒരു പ്രക്രിയയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ ഈ 114 രാജ്യത്തു നിന്നുള്ള ഇൻകവും ആ രോഗം മുഴുവൻ അന്വേഷിക്കുന്ന വലിയൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഗാനോഡർമ സ്പൈറലിന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടും, ഒരു തൊഴിലന്വേഷകനായി അന്വേഷണം നടത്തുന്ന 100 കണക്കിന് ആളുകൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട്, കണ്ണീരൊപ്പാനായിട്ട് ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ പറ്റുന്ന ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റുന്ന, എല്ലാ തലത്തിലും നമുക്ക് പൂർണ്ണമായും ആളുകളെ സഹായിക്കാൻ പറ്റുന്ന മഹത്തായ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന DXN കമ്പനിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 19-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമും 20-ാം തീയതി ടിക്കറ്റ് ഇല്ല, 200 പേർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന അച്ചീവേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഓൾറെഡി ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി. അപ്പൊ ആ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നോളജ് അക്വയർ ചെയ്യുന്ന കേപ്പബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് DXNനെ കുറച്ചും കൂടെ അടുത്തറിഞ്ഞുകൊണ്ട് DXNന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു മനോനിലയിലേക്ക് എത്തിച്ചേരുവാൻ ഈ MHMS പ്രോഗ്രാം കൊണ്ട്, ഈ മഹാപ്രോഗ്രാം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ വിയോഗമല്ലാത്തൊരു ഗ്യാപ്പാണ്. 79-80 വയസ്സാണ് എൻ്റെ ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ ബാപ്പ 8 മാസം മുമ്പാണ് ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. അതിനുശേഷം മക്കളെല്ലാം ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി വളരെ ഏജ്ഡാണ്, മറ്റു അലോപ്പതി പോലത്തെ സിസ്റ്റം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഫീലിംഗിലായിരുന്നു. എൻ്റെ സിസ്റ്റർ അവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം തീരുമാനിച്ചു, എന്തായാലും ഗാനോഡർമയൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ 27-ാം തീയതി വൈകിട്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത്. പൂർണ്ണമായും പറയാൻ പറ്റും, വലിയ പെയിനൊന്നും ഇല്ലാതെയാണ് എൻ്റെ വാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും എനിക്ക് അവരുടെ അനുശോചനമൊക്കെ എന്നെ അറിയിച്ചിരുന്നു, ദുഃഖമൊക്കെ അറിയിച്ചിരുന്നു.
എല്ലാവർക്കും ഈ ലോകത്ത് ഒരിക്കലും നമ്മൾ യാത്രയാവും. എന്റെ ഫാദർ ഒരു കട നടത്തിയിരുന്ന ഒരു കരിങ്കൽ ക്വാറിയുടെ അടുത്തൊരു കട നടത്തിയിരുന്ന എന്റെ ഫാദർ. അപ്പോ ആ കരിങ്കൽ ക്വാറിയുടെ വലിയ ആഴത്തിൽ നിന്ന് കല്ല് പെറുക്കി വരുന്ന സ്ത്രീകൾക്കൊക്കെ എന്റെ വാപ്പ ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഒരുപാട്. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ മരണം വളരെ വലിയ വേദനാജനകമായിരുന്നില്ല മരിച്ചു പോയപ്പോൾ. വളരെയധികം എന്താ പറയാ, ഒരു ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ക്യാൻസർ ബാധിച്ചിട്ട് മരിച്ച ഒരുപാട് ആളുകളെ ഞാൻ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡെത്താണ് സാധാരണഗതിയിൽ. പക്ഷെ എന്റെ ഫാദർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെ സുഖകരമായിട്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത്. സോ എന്റെ വീട്ടിൽ ഹരി വന്നു കൊടുങ്ങല്ലൂരിൽ, അതുപോലെ ധാരാളം പേരൊക്കെ എന്റെ വീട്ടിൽ വന്നു എന്റെ എന്നോടൊപ്പം ദുഃഖം പങ്കിട്ടു. ഇപ്പൊ മിനിഞ്ഞാന്നാണെങ്കിൽ നമ്മുടെ ധനഞ്ജയ് സഞ്ജയ് സാറിന്റെ അമ്മ മരിച്ചു. അപ്പൊ നമുക്ക് ഈ ലോകത്തുനിന്ന് പോയേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട, ഒരിക്കലും പോയേ പറ്റൂ. എന്നെ കേൾക്കുന്ന എന്റെ കൃഷ്ണമണി കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഒരിക്കലും ഈ ലോകത്തുനിന്ന് പോകും. പക്ഷെ നമ്മൾ പോകുമ്പോ നമ്മളെ കുറിച്ച് ഓർക്കാൻ ഒരു കുറെ നന്മകൾ ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ബാക്കി. അങ്ങനെ ബാക്കി വെച്ച ഒരാളായിരുന്നു എന്റെ ബാപ്പ. അപ്പം എന്റെ ബാപ്പയുടെ മരണത്തിൽ സങ്കടം അല്ലെങ്കിൽ അനുശോചനം അറിയിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്റെ ബാപ്പയെ ഓർക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും തരും. താങ്ക് യു വെരി മച്ച്. ഹലോ രാജീവ്, നിങ്ങളാരും പോകുന്നില്ലേ? ഓക്കെ, രാജു സാറേ ഞാൻ അവസാനിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. ഇന്നത്തെ MHMS പ്രോഗ്രാമില് നമ്മളോട് സംസാരിച്ച സിറാജുദ്ദീന് നമ്മളുടെ പേരില്, അതുപോലെ തന്നെ ടീമിലെ എല്ലാവരുടെയും പേരിൽ നന്ദി, നമസ്കാരം. അടുത്ത MHMS നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.